മാസം 1,00,000 രൂപ. ആലോചിക്കുമ്പോൾ തന്നെ നല്ല രസമല്ലേ? പലരുടെയും ഒരു വലിയ സ്വപ്നമാണത്. പക്ഷേ ഇതൊരു സ്വപ്നം മാത്രമായിരിക്കണോ? അല്ല, ഇതിനെ എങ്ങനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാം, അതും കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്കൊന്ന് നോക്കാം. ഒരിക്കലുമല്ല, ഇതൊരു നടക്കാത്ത സ്വപ്നമൊന്നുമല്ല. കറക്റ്റായിട്ടുള്ള കണക്കുകളും ഒരു പ്ലാനും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സാമ്പത്തിക ലക്ഷ്യവും പിടിച്ചെടുക്കാം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ഈ സ്വപ്നത്തെ ആദ്യം ഒരു സംഖ്യയാക്കി മാറ്റാം, എന്നിട്ട് അങ്ങോട്ടുള്ള വഴി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു. മാസം 1,00,000 രൂപ. ചോദ്യം ഇതാണ്: ഈ 1,00,000 മാസം കിട്ടണമെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ഒരു കോർപ്പസ്, അതായത് നിക്ഷേപം വേണം? ഇത് കണ്ടുപിടിക്കാൻ നമ്മളൊരു സ്മാർട്ട് വഴിയാണ് നോക്കുന്നത്. നമ്മൾ അവസാനത്തിൽ നിന്ന്, അതായത് ആ 1,00,000-ൽ നിന്ന് പിന്നോട്ട് കണക്ക് കൂട്ടി വരും. ഇത് വളരെ എളുപ്പമുള്ളൊരു രീതിയാണ്. ശരി, അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻസിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി നോക്കാം. സാമ്പത്തിക ലോകത്ത് ഇതിനൊരു പേരുണ്ട്: 4% റൂൾ, അല്ലെങ്കിൽ 4% നിയമം. ഈ 4% നിയമം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സേഫ് വിഡ്രോവൽ റേറ്റ്, അല്ലെങ്കിൽ SWR എന്താണെന്നറിയണം. സംഭവം സിമ്പിളാണ്. വിചാരിക്കുക, നിങ്ങളുടെ കയ്യിലൊരു വലിയ കേക്ക് ഉണ്ട്. ഈ കേക്ക് മുഴുവനായി പെട്ടെന്ന് തിന്നു തീർക്കാതെ എല്ലാ ദിവസവും ഓരോ ചെറിയ കഷ്ണം കഴിക്കണം, അല്ലേ? അതുപോലെ നമ്മുടെ നിക്ഷേപം എന്ന വലിയ കേക്കിൽ നിന്ന് അത് മുഴുവനായി തീർന്നു പോകാതെ ഓരോ വർഷവും നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ പിൻവലിക്കാൻ പറ്റുന്ന സേഫായ ഒരു ശതമാനം, അതാണ് ഈ SWR. ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു സേഫ് റേറ്റാണ് ഈ 4%. ഇനി കണക്ക് നോക്കിക്കോ, വളരെ എളുപ്പമാണ്. മാസം 1,00,000, അപ്പോൾ ഒരു വർഷം എത്ര വേണം? 12,00,000 രൂപ, ശരിയല്ലേ? ഈ 12,00,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം നിക്ഷേപത്തിൻ്റെ വെറും 4% ആണെങ്കിൽ ആ മൊത്തം നിക്ഷേപം എത്രയായിരിക്കും? സിമ്പിൾ മാത്സ്. 12,00,000-നെ 4% കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 12,00,000-നെ 0.04 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? യെസ്, 3 കോടി രൂപ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണക്കു പ്രകാരം മാസം 1,00,000 രൂപ വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 കോടി രൂപയുടെ ഒരു നിക്ഷേപം വേണം. സിമ്പിൾ. അപ്പോൾ 3 കോടി രൂപ ഉണ്ടാക്കിയാൽ എല്ലാം സെറ്റായെന്നാണോ? ഒരു മിനിറ്റ്, അത്ര പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കരുത്. കാരണം ജീവിതം അത്ര സിമ്പിളല്ലല്ലോ. ഈ ലളിതമായ കണക്കിനെ മുഴുവനായി തകിടം മറിക്കാൻ കഴിവുള്ള ചില വില്ലന്മാർ ഒളിച്ചിരിപ്പുണ്ട്. അതെ, നമ്മുടെ പ്ലാനിന് 2 നിശബ്ദ ശത്രുക്കളുണ്ട്. ആരൊക്കെയാണെന്നറിയോ? 1, പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. 2, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാലം ജീവിക്കാനുള്ള സാധ്യത, അതായത് ലോഞ്ചിവിറ്റി. ഈ 2 വില്ലന്മാരും ചേർന്ന് നമ്മുടെ 3 കോടിയുടെ പ്ലാൻ എങ്ങനെയാണ് പൊളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പണപ്പെരുപ്പത്തെ പിടിക്കാം. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നത്. ഇന്ന് 1,00,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഒരു 6% ഇൻഫ്ലേഷൻ വെച്ച് കണക്കാക്കിയാൽ 10 വർഷം കഴിഞ്ഞ് വാങ്ങാൻ എത്ര രൂപ വേണമെന്നറിയുമോ? ഏകദേശം 2,00,000 രൂപ, അതായത് 1.97 ലക്ഷം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ 1,00,000-ന്റെ വില 10 വർഷം കൊണ്ട് പകുതിയായി കുറയും. പേടിപ്പിക്കുന്നൊരു സത്യമാണിത്. അടുത്ത വില്ലൻ ദീർഘായുസ്. കൂടുതൽ കാലം ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണ്, സംശയമില്ല. പക്ഷേ സാമ്പത്തികമായി നോക്കുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ പണം കൂടുതൽ കാലം തികയേണ്ടി വരും. പണ്ടൊക്കെ 70-75 വയസ്സുവരെ എന്നൊക്കെ കണക്കാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മളൊരു 85 അല്ലെങ്കിൽ 90 വയസ്സുവരെയൊക്കെ ജീവിക്കുമെന്ന് കരുതി തന്നെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അത്രയും കാലം ജീവിക്കാനുള്ള പണം കയ്യിൽ വേണ്ടേ? ഈ 2 വില്ലന്മാരുടെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്, നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരാൾ: ടാക്സ്. അതെ, റിട്ടയർമെന്റിന് ശേഷം നമുക്ക് കിട്ടുന്ന വരുമാനത്തിനും നമ്മൾ ടാക്സ് കൊടുക്കണം. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന പലിശയായാലും സ്റ്റോക്കുകളിൽ നിന്നുള്ള ഡിവിഡൻഡ് ആയാലും വാടക വരുമാനമായാലും ഇതിനെല്ലാം ടാക്സ് വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച 1,00,000 കയ്യിൽ കിട്ടില്ല, അതിൽ നിന്ന് കുറയും. അപ്പോൾ ശരി, പണപ്പെരുപ്പം, ദീർഘായുസ്, ടാക്സ്, ഈ വില്ലന്മാരൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ആ 3 കോടി എന്ന മാന്ത്രിക സംഖ്യ മാറുമോ? തീർച്ചയായും മാറും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ യഥാർത്ഥ സംഖ്യ? നമുക്കൊന്നുകൂടി കണക്ക് കൂട്ടി നോക്കാം. ഇവിടെ പോയിന്റ് വളരെ സിമ്പിളാണ്. കൂടുതൽ കാലം ജീവിക്കുന്നു എന്നതിനർത്ഥം കൂടുതൽ പണം വേണം, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യവും വലുതാകണം. അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ട 3 കോടിയില്ലേ, അത് വെറും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്, ഒരു ബേസ് നമ്പർ. യാഥാർത്ഥ്യത്തിൽ ഇൻഫ്ലേഷനെയും നമ്മുടെ ആയുസ്സിനെയുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ടാർഗറ്റ് ചിലപ്പോൾ 4 കോടിയോ 5 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആകാം. അപ്പോൾ ടെൻഷനായോ? എങ്ങനെ ഈ വലിയ സംഖ്യയിലേക്കെത്തും? തീർച്ചയായും ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. ഈ വലിയ സംഖ്യയൊക്കെ പ്രായോഗികമാണോ? ഇതിലേക്കെത്താൻ വല്ല വഴിയുമുണ്ടോ? ഉണ്ട്, തീർച്ചയായും വഴിയുണ്ട്. ആ വഴി അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക യാത്രയെ 2 പ്രധാന ഘട്ടങ്ങളായി തിരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ്. ഒരു 2 ഫേസ് സ്ട്രാറ്റജി. ആദ്യത്തേത് അക്യുമുലേഷൻ ഫേസ്, അതായത് നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ച് ആ പണം വളർത്തുന്ന കാലം. രണ്ടാമത്തേത് പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസ്, അതായത് നമ്മൾ ആ വളർത്തിയെടുത്ത പണം ഉപയോഗിച്ച് ജീവിക്കുന്ന കാലം. ഈ 2 ഘട്ടങ്ങളിലും നമ്മുടെ പണം നമുക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതിലാണ് കളിയുടെ വിജയം.
പ്രത്യേകിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ അക്യുമുലേഷൻ ഫേസിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. നോക്കൂ, നിങ്ങളുടെ നിക്ഷേപത്തിന് ഒരു 8% റിട്ടേൺ കിട്ടുന്നതും ഒരു 12% റിട്ടേൺ കിട്ടുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് തോന്നാം. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുണ്ടാകുന്ന വ്യത്യാസം ആകാശവും ഭൂമിയും പോലെയാണ്. ഉയർന്ന വരുമാനം നിങ്ങളെ അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്ര രൂപ മാറ്റിവെക്കുന്നു എന്നത് മാത്രം പോരാ, ആ പണം നിങ്ങൾക്കായി എത്ര നന്നായി പണിയെടുക്കുന്നു എന്നതും വളരെ വളരെ പ്രധാനമാണ്. റിട്ടയർമെൻറ്റിന് മുമ്പും ശരി, അതിനുശേഷവും ശരി. അപ്പോൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗെയിം പ്ലാൻ. 1. എത്രയും പെട്ടെന്ന് നിക്ഷേപം തുടങ്ങുക, കോമ്പൗണ്ടിങ്ങിന് സമയം കൊടുക്കുക. 2. സമ്പാദിക്കുന്ന കാലത്ത് കുറച്ചുകൂടി റിസ്ക് എടുത്ത് ഉയർന്ന വരുമാനം നേടാൻ ശ്രമിക്കുക. 3. റിട്ടയർമെന്റിന് ശേഷം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന സുരക്ഷിതമായ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. 4. ടാക്സ് എങ്ങനെ ലാഭിക്കാം എന്നുകൂടി പ്ലാൻ ചെയ്യുക. ഇപ്പോൾ മാസം 1 ലക്ഷം എന്ന ആ സ്വപ്നം ഒരു സ്വപ്നം മാത്രമല്ല, അതൊരു എത്തിപ്പിടിക്കാവുന്ന ലക്ഷ്യമാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന മാത്രം മതിയോ? പോരാ, അറിവ് മാത്രം പോരാ, പ്രവർത്തിക്കണം. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഈ ലക്ഷ്യത്തിലേക്ക് നാളെ നിങ്ങൾ വെക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്കൂ, എന്നിട്ടത് ചെയ്യൂ.